ദൈവം അടിപൊളി കൊഞ്ചല്ലേ കൊഞ്ചിനെ കിട്ടിയ കണ്ടോ സെറ്റ് സാധനമല്ലേ. ഹായ് നമസ്കാരം, ഓൾഗ ഫിഷിംഗ് വ്ളോഗിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിങ്ങിനായിട്ട് എറണാകുളത്തായിട്ട് വന്നേക്കണേ. ഒത്തിരി ദിവസമായി നമ്മൾ കരിമീനും സിലോപ്പീനൊക്കെ പിടിക്കാനായിട്ട് ഒരു ടാർഗറ്റ് വെച്ചിട്ട് എന്തായാലും ഇന്ന് സക്സസ് ആവുമെന്ന് തോന്നുന്നു. വെള്ളമൊക്കെ കറക്റ്റ് പക്കായിട്ടാണ് കിട്ടിയേക്കണേ. നമുക്ക് മീൻ വല്ലതും കിട്ടുമെന്ന് നോക്കാം. കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വാ. ഇതിപ്പോൾ മച്ചാമാരെ ഇന്ന് നമ്മൾ ഫിഷിങ്ങിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട്, പുതിയ ആൾക്കാരാണ്. ഒരു ഗസ്റ്റ് ക്യാമറ എടുത്തുകൊണ്ട് ഇന്ന് ക്യാമറമാനവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്ന് എല്ലാവരും ഓഫാണ്, ഞാൻ തന്നെ ഉള്ളൂ. നമ്മുടെ കുറേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ട്. അത് ഫിഷിങ്ങിനായിട്ട് നമ്മളിന്ന് എറണാകുളം ഒരു സ്ഥലത്ത് ഒരു പ്ലേസിലാണ് വന്നേക്കണേ. അപ്പോൾ ഫിഷിങ് തുടങ്ങാൻ പോവാം. അപ്പോൾ നമുക്ക് ഫിഷിങ് കാണാം വാ. അപ്പോൾ കൂട്ടുകാർ ഇത് നമ്മൾ ഫസ്റ്റ് കരിമീനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അടിക്കാൻ പോവാണേ. അടി സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിമീനെ കൊണ്ടുവരുന്നുണ്ട്, ഞാൻ കയറ്റി കാണിച്ചു തരാം കേട്ടോ. ഉണ്ട് ക്യാമറാമാൻ ഇച്ചിരി വൈഡായിട്ടാണ് നിൽക്കുന്നത് കണ്ടോ. വലിയ വലുപ്പമില്ല കേട്ടോ. ആദ്യത്തെ ഒരു മീനെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ അടിച്ചെടുത്തതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കരിമീനാണ്. തീരെ ചെറുതല്ല, നമ്മുടെ കൈപ്പത്തിക്കൊക്കെ അത്രയുണ്ട്. ഞാൻ മൂത്തന്നിടത്ത് അടിച്ചു കേട്ടോ. അത് കറക്റ്റ് ചെറുതായിരുന്നു. കാഴ്ചയ്ക്ക് അത് മുഴുപ്പ് എനിക്കത് തോന്നി. വെള്ളം കറക്റ്റ് ക്ലിയർ അല്ലാത്തത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ കേട്ടോ. നമുക്ക് അടുത്ത മീനിനെ നോക്കാം. ഈ സ്പോട്ടൊന്ന് മാറി നോക്കാം. ഇത് നമ്മൾ അടുത്ത സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ മീൻ നിൽക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ വന്നവർ തന്നെ കാണിച്ചു തന്നെ. അവിടെ മീൻ നിൽപ്പുണ്ട് അടിയിൽ. നമുക്ക് അടിച്ചു നോക്കാം, കിട്ടുമെന്ന് നോക്കാം. നമുക്കൊന്ന് സെറ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അടിച്ചു നോക്കാം കേട്ടോ. ഇതപ്പോൾ മീൻ പാങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ. അടിച്ച് നോക്കാം നമുക്ക്. അടി സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ആ മീനേലും അടി കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കര കയറി കാണിച്ചു തരാം. അധികം വലുതൊന്നും കാണുന്നില്ല. അത്യാവശ്യം ഒരൊറ്റ റേഞ്ചുള്ള ടൈപ്പ് മീനുകളെയാണ് കാണുന്നത്. എന്നാലും കുറ്റം പറയാനില്ലാത്ത മീനുകളാണ്. എല്ലാം കൈപ്പത്തി പരുവത്തിനുള്ള മീനുകളാണ്. നമുക്ക് വലുതേതെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അടുത്ത സ്പോട്ടിൽ മാറി നോക്കുമ്പോൾ എപ്പോഴേലും കിട്ടുമായിരിക്കും പറഞ്ഞതിന്. എന്തായാലും ഇതിനെ കൂടെ അഴിച്ച് നമുക്ക് ഇവിടെ ഇടാം. എന്നിട്ട് അടുത്ത സ്പോട്ടിൽ വേറെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. കൂട്ടുകാരത് എൻ്റെ കൂട്ടത്തിൽ വന്ന ആളൊരു സാധനത്തിനെ കാണിച്ചു തന്നിട്ട് ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അടിച്ച് ഞാൻ കയറ്റി കാണിച്ചു തരാം. അടി കൊണ്ടപ്പോൾ അവൻ വരെ ഞെട്ടിപ്പോയി. ദൈവം അടിപൊളി കൊഞ്ചല്ലേ എട്ട് പഞ്ചോറും എങ്ങനെ അയച്ചെടുക്കും. അപ്പോൾ കൂട്ടുകാരത് അടുത്ത കരിമീൻ കേട്ടോ. അടി സ്ട്രൈക്ക് ഇട്ടിട്ടുണ്ടായി. ഞാൻ കയറ്റി കാണിച്ചു തരാം. അത് നല്ല കരിമീനാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം മുഴുത്തൊരു കരിമീൻ നമുക്ക് ആദ്യത്തെ കിട്ടിയേക്കണത് ഇതാ കേട്ടോ. നല്ലൊരു കരിമീനാണ്. എന്തായാലും ഇത് കരയിൽ കയറ്റി ഞാൻ കാണിച്ചു തരാം. നല്ല ഓട്ടം അടിച്ചിട്ട് ഓടിയത്. അവിടെ പിന്നെ ഉടക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കണ്ടോ. സെറ്റ് കരിമീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ. ഈ സാധനത്തിൽ ഭയങ്കര ഹൈറ്റ് കൂടുതലാണ്. നമുക്ക് അടിക്കാൻ പാടാ. അവിടെയാണ് വീണ്ടും നമ്മൾ അടുത്ത കരിമീനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കണ്ട് അടിച്ചതാ. ഇത് കിട്ടിയിട്ടുണ്ട്. അതും നല്ലൊരു കരിമീനാട്ടോ. കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളത്തിലടി കാണുകണക്കല്ല കേട്ടോ. ഇച്ചിരി വലുപ്പം കൂടുതലുണ്ടായി. വെള്ളത്തിലടി കാണുന്ന അയ്യോ പരിപാടി തരൂ കൂട് തരൂ. കൂട്ടുകാരത് വെള്ളത്തിൻ്റെ അടിയിലൊരു കരിമീൻ നിൽപ്പുണ്ട് കേട്ടോ.
അവന് തിരിയാൻ ഞാൻ നോക്കിയേക്കണേ, തിരിഞ്ഞാൽ ഞാൻ അടിക്കും. അങ്ങനെ അടി ചേർന്ന് നിൽക്കണേ. അടി അതിന് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്ട്രൈക്ക് സെറ്റായിട്ടുണ്ട്. കയറ്റി കാണിച്ചു തരാം. സെറ്റ് കരിമീനാട്ടോ. അടി കയറിയൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് മേളിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ട് അടിയിലേക്ക് ഇറങ്ങി. ഇല്ലല്ല, അത് ഇത് ലോക്ക് വേറെ ഇഷ്ടമല്ല. ഞാൻ കരിമീൻ അടിക്കാൻ വേണ്ടി വീട് ഇഷ്ടമാണ്. അടിയിലേക്ക് ഇറങ്ങത്തില്ല ഡാട്ട്. ഇവിടെ നിന്നൊരു മീൻ അടിച്ചെടുക്കണമെന്ന് എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. ചെറുതായാലും വേണ്ടില്ല, അത്രയും ഹൈറ്റ് കൂടുതലായിട്ട് നമുക്ക് ഭയങ്കര പാടാണ് അവിടെ നിന്ന് അടിക്കൽ. ചങ്കിൻ്റെ ഒപ്പമുണ്ട് അതിൻ്റെ ആ ഹൈറ്റ്. അയ്യോ, ഹെവി കണമ്പ്. കണമ്പിനെ കണ്ടോ? മുഴുത്ത കണമ്പിനൊക്കെ ഓർമ്മ അടിച്ചെടുക്കാം. കണമ്പിനെ കിട്ടി. ഇതാണ് കണമ്പ് എന്ന് പറഞ്ഞ സാധനം. കണ്ടിട്ടില്ലല്ലോ നീ? ഇതാണ് കണമ്പ്. നല്ല ടേസ്റ്റുള്ള മീനാണ്. രണ്ടാമത്തെ കണമ്പിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണമ്പാണ് അടിച്ചെടുക്കണേ. ഫുള്ള് കണമ്പ. രണ്ടാമത്തെ കേട്ടോ. ഭയങ്കര പാടാ അടിക്കാൻ, ഭയങ്കര പാടാ. റബ്ബർ മാറാറായിരുന്നു. അതാ ഞാൻ ഇവനോട് ബാഗ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. റബ്ബർ പൊട്ടിപ്പോയി. മീൻ കറക്റ്റ് കയറി വന്ന സമയത്ത് എന്നാണ് അടിക്കാൻ ഒറ്റയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. താനും ആൾക്കാരുണ്ടെങ്കിൽ അടിക്കാൻ മീനും കിട്ടില്ല. ഒറ്റയ്ക്കുള്ളപ്പോൾ മീൻ വന്നാണ്ടോ. എന്തായാലും റബ്ബർ ഒരെണ്ണം മാറ്റിയിട്ട് നമുക്ക് പട്ടണത്തിൽ അടിച്ചെടുക്കാം. ബാഗെടുത്ത് പുറത്തിട്ടോട്ടോ. യെസ്, വാ. എന്നെ പരിപാടിയടാ നീ പറഞ്ഞ് കിട്ടിയോ? അത് സ്റ്റാർ സ്ട്രൈക്കർ വോൾഗ ഫിഷിങ്ങിൻ്റെ മെയിൻ ഷൂട്ടർ അടിച്ചിട്ട് നീ എന്നെ ചോദ്യം ചോദിച്ചോ? നീ കിട്ടിയോന്നോ? അങ്ങനെ ചോദിക്കാൻ കൊള്ളാവോ? ചെറുതെങ്കിൽ ചെറുത്. ആളെണ്ണത്തിനുള്ള ഈ എല്ലാവരും ബ്ലോഗേഴ്സാട്ടോ. കണമ്പ് 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 കണമ്പ്
അടുത്ത ഒരു കൂട്ടം കണമ്പും കൂടെ വന്നിപ്പുണ്ട്. ചെറുതാ, ഒരു പേടിയൊന്നുമില്ല. നെക്സ്റ്റ് കണമ്പ് അടിച്ച് മടുക്കൂന്ന് തോന്നണ. താഴേക്ക് പോകുന്നില്ല. ഇവിടെ നിന്ന് അടിക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ. സിലോപ്പിയല്ല, കരിമീന. അമ്മോ, എന്നാ കരിമീനാടായി. ഒറ്റയടിക്ക് മരിച്ചുപോയി കരിമീൻ. ഹെഡ് ഷോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഹെഡ് ഷോട്ടായി പോയി കേട്ടോ. ഇത് സൈലന്റ് നോക്കി. അമ്മ, ഒരു കരിമീനെ കോലം കണ്ടോ? ഹെവി കരിമീനാട്ടോ. നമുക്ക് ഇവനെ അയച്ചിട്ടേ മീൻ പതുക്കെ കയറി വന്നുണ്ട്. ഇവനിവിടെ കിടക്കട്ടെ, ഞാൻ അടുത്ത് നോക്കാം. വെള്ളം ഏറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കി നിൽക്കുക കേട്ടോ. വെള്ളം ഏറ്റം വന്നാലേ മീൻ വരത്തുള്ളൂ. കുറച്ചൊക്കെ അതിന് മുമ്പ് കണ്ടു, പക്ഷെ എന്നാലും നമ്മൾ വന്ന് സാധാരണ കാണുന്ന രീതിക്കുള്ള മീൻ ഇവിടെ കണ്ടിട്ടില്ല. വെള്ളം ഏറ്റം വന്നു കഴിയുമ്പോൾ നന്നായിട്ട് മീൻ വരുമെന്നാണ് ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ പറഞ്ഞത് നമ്മളോട്. അതനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കിയിട്ട് എന്തായാലും പോവുള്ളൂ. നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്തിട്ട്. ചത്തു പോലെയാ. എന്നാ ഇതിനെ കൊണ്ടുപോയി ഇനി എവിടെ ഇടും ഇപ്പം ഞാൻ? വെള്ളം കയറി വന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം, ചിലപ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാലും ഫസ്റ്റ് അടിക്ക് മീൻ കിട്ടിയില്ലേ? ഫസ്റ്റ് അടിക്കേ മീൻ കിട്ടിയില്ലേ? കണവാൻ കൂടി ദൈവത്തെ ഓർത്ത് തെന്നി വീഴരുത്, ചെളിയുണ്ട്. ഈ പോണുണ്ടോ? എടോ, ജസ്റ്റ് മിസ്. അവിടെ തന്നെയുണ്ട്. ഒന്നുകൂടെ പോകും. അവിടെ കറക്റ്റാ കാറ്റ് വന്നു. അട്ടി സെറ്റ് ഒരു മീൻ അവിടെ കിടടാനങ്ങാണ്ട്. അതിനല്ലടാ കണ്ണാടി വെക്കണേ. ഇപ്പം മനസ്സിലായോ കണ്ണാടിയുടെ ഗുണം? ഇത് അടുത്ത നല്ല സെറ്റ് കരിമീൻ കിട്ടി കേട്ടോ. കറക്റ്റ് വാലയില കയറി. അപ്പോൾ കൂട്ടുകാരത് ഇന്നത്തെ ഫിഷിങ് നമ്മൾ നിർത്താൻ പോകാം കേട്ടോ. വെള്ളയേറ്റം വളരെ സ്ലോ ആയിട്ടാണ് കയറുന്നത്, അതുകൊണ്ട് ഒത്തിരി നേരം എടുക്കും. ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ല. നമ്മൾ ഒരു മീനെ കൂടെ ഇത് ഇവിടെ കണ്ടിട്ടുണ്ട്, അത് കണ്ടടിച്ച് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ആ മീൻ പതുക്കെ പൊങ്ങി മേളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് അടിക്കാൻ പോവാണേ. അടി സ്ട്രൈക്ക് ഇട്ടിട്ടുണ്ടേ. ഇത് അടുത്ത കരിമീനെ. ഓ, ചെറിയ പണി കിട്ടി.
കുഴപ്പമില്ല അങ്ങനെയൊക്കെ പിടിച്ചോ. ഓക്കെ.